ഒരുപാട് കൗതുകവും അതുപോലെ ദുരൂഹതയും നിറഞ്ഞൊരു റോഡിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡാണെങ്കിൽ പോലും ഈ ഒരു വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നി. ഒരു ഹൈവേയോ പ്രധാന പാതയോ ഒന്നുമല്ല, എന്നിട്ട് പോലും ഒരു 4 വരിപ്പാതയ്ക്ക് വേണ്ട വീതിയുണ്ട് ഈ ഒരു റോഡിന്. നമുക്ക് പുറകിൽ നോക്കിയാൽ കാണും ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. അതുപോലെ 2 ബസ് അവിടെ തന്നെ നിർത്തിയിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ല വീതി 2 or 3 ബസ് നിർത്തിയിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇത്രയും വീതിയിൽ ഇങ്ങനെ ഒരു റോഡ് ഇവിടെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? അതുപോലെ എങ്ങനെയായിരിക്കും അത് സാധിച്ചിട്ടുണ്ടാവുക? എന്നാൽ ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ റോഡിൻ്റെ ഈ വീതി ഇല്ലാതായിട്ടൊരു സാധാരണ റോഡ് പോലെ ആവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? തൃത്താലക്കൊപ്പം മുതൽ മുതുതല വരെ പോകുന്നതിനിടയ്ക്ക് റോഡിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഒരു 4 വരിപ്പാതയ്ക്ക് വേണ്ടതിലധികം വീതി ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ കൊപ്പം പട്ടാമ്പി റോഡിന് സമാന്തര പാതയായോ അതല്ലെങ്കിൽ അതിനേക്കാൾ സൗകര്യപ്രദമായ ഒരു മികച്ച റോഡ് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലൊക്കെ വലിയൊരു വികസന കുതിപ്പിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ വ്യത്യസ്തമാകാനുള്ള കാരണങ്ങൾ, വസ്തുതകളൊക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കുന്ന ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ. കൂടാതെ ഈ ഒരു റോഡിൻ്റെ വികസനം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് എത്ര കണ്ട് സഹായിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.